ഹായ് ഗായ്സ്, നമ്മുടെ ഡേ ടു ജേർണി ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഹെൽമെറ്റ് ഒക്കെ വെച്ച് വേറെ ലുക്കിലാണ്, ബൈക്കിലാണ് ഗായ്സ്. പോകുന്ന വഴിയിൽ ബാക്കി കാര്യങ്ങൾ കാണാം. അത് ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല സീൻ ട്രാഫിക്കാണ് ഗൈസ്. ബൈക്കുള്ളതുകൊണ്ട് മാത്രം നമുക്ക് നുഴഞ്ഞ് കയറി പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സീൻ ട്രാഫിക്കാണ് ഗൈസ് ഇവിടെ. ഗൈസ്, നമ്മളിന്ന് ചുരം കയറാൻ പോവുകയാണ്. നമ്മുടെ മണാലിയിലെ ചുരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മണാലി ചുരം ഇത് വളഞ്ഞുള്ള ചുരമാണ് ഗൈസ്. കണ്ടില്ലേ, മുകളിൽ നിന്നൊക്കെ വണ്ടികൾ ഇറങ്ങി വരുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ എത്തണം തോന്നുന്നു. Solang village. ടണലെത്താറായി. ഇനി ഒരു 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ അറ്റൽ ടണലിൽ കയറുന്ന ദ ലോങ്സ്റ്റ് ടണൽ ഇൻ ഇന്ത്യ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വഴിയോരത്ത് നിർത്തിയേക്കുവാണ് ഗൈസ്. അപ്പുറത്ത് നല്ല മഞ്ഞ് കണ്ടതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും തണുപ്പുണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. സൊലാങ് വാലിയിൽ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റിയില്ല. അവിടെ ഫുള്ള് ഇങ്ങനത്തെ പൈൻ മരങ്ങളാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ അറ്റൽ ടണൽ കയറി പോകാമെന്ന് വിചാരിച്ചു. അത് ഫോണിൽ കൂടെ കണ്ടാൽ മനസ്സിലാവും. അതിനേക്കാളും പൊളിയാണ് പോകുന്ന വഴി. ഫുള്ള് വളഞ്ഞു വരുന്ന റോഡുകൾ. ബൈക്ക് റൈഡ് എക്സ്പീരിയൻസ് നമ്മൾ നമ്മുടെ യാത്ര തുടരാൻ പോവുകയാണ്. ജിത്തു ചേട്ടൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡി ചെയ്യാൻ പോവാണ്. ബൈ. ഗ്ലൗസസ് ചേട്ടന് വേണ്ടി മേടിച്ചു, ഞാൻ ഇടുന്നു. Let's go. കിലോമീറ്റർ കഴിഞ്ഞാലും നമുക്ക് ഇതിന് ഇറങ്ങാൻ പറ്റും. യെസ്, റേറ്റ് എങ്ങനെയായിരുന്നു? നമ്മളെത്തി ഗൈസ്, നമ്മളിത് കിടക്കാൻ പോകുന്നു.
സൈഡ് നിങ്ങൾക്ക് കാണണം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചന്ദ്ര റിവർ വ്യൂ പോയിന്റിലാണ്. നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇവിടെ എത്തിക്കുന്നതാണ്. അപ്പോൾ എന്നേക്കാൾ നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നത് നമ്മുടെ ജിത്തുചേട്ടനാടോ, പറയാതിരിക്കാൻ വയ്യ. ഫീൻ ഫോട്ടോസൊക്കെ കിട്ടുന്നത്. അടുത്ത ട്രിപ്പിന് വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. സിസുവിലേക്ക് കയറി ഗൈസ്. നമ്മൾ സിസുവിലേക്ക് പോകുന്ന റോഡാണ്. വെൽക്കം ടു സിസു എന്ന് പറഞ്ഞത് അവിടെ എഴുതിയിട്ടുണ്ട്. സിസു, ഇതാണ് സിസു, സിസു വില്ലേജ്. നമുക്ക് മണാലി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ട്, എത്ര കിലോമീറ്ററാണ് ഞാൻ പറഞ്ഞത്, ഐ തിങ്ക് ഒരു 15 അല്ല 20 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു പിന്നെയുള്ളൊരു പെട്രോൾ പമ്പുള്ളത്. ഇവിടുത്തെ പെട്രോൾ പമ്പ് ഉണ്ടല്ലേ, ഇന്ത്യൻ ഓയിലാണ്. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഔട്ട് ഓഫ് മണാലി, അതായത് സുസു അങ്ങാടി കയറി കഴിഞ്ഞാൽ അങ്ങാടിയിൽ നിൽക്കുക. സുസു വില്ലേജ് കയറി കഴിഞ്ഞിട്ടുള്ള പെട്രോൾ പമ്പാണിത്. ഇതിന് മുമ്പുള്ള സ്നോ ഒക്കെ ഉരുക്കി ചെറിയ സ്മോൾ വെള്ളച്ചാട്ടമായിട്ട് ഇതാണ് സിസ്റ്ററിൻ്റെ വ്യൂ പോയിന്റ്. ഇവിടെയാണ് നോർമലി സ്നോ ആക്ടിവിറ്റി ഉണ്ടാകുന്ന സ്ഥലം. ഇവിടെ ഗേറ്റ് വാട്ടർഫോൾ ട്രക്ക്. ഗൈസ്, ഞാനങ്ങനെ സീപ്ലെയിൻ കയറാൻ പോവാണ്. ജിത്തുചേട്ടൻ വരുന്നില്ല. ജിത്തുചേട്ടൻ എനിക്ക് വേണ്ടി കരയിൽ കാത്തു നിൽക്കും. ഞാൻ സിപ്ലൈൻ കയറി ആ വലിയ വാട്ടർഫോൾസ് പോയി കയറിയിട്ട് വരാം. ബൈ ബൈ. പേടിയുണ്ടോ പോവാൻ? भी जा सकता है, लेके जा। കഴിഞ്ഞ ഗൈസ്, ഓ മൈ ഗോഡ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എൻ്റെ ഇവിടെ എത്തിയപ്പം ടിക്കെന്ന് വെച്ചിട്ട് ഞാർത്ത് വെള്ളത്തിൽ പോയത്. മൈ ഗോഡ്, എനിക്ക് അപ്പോൾ ഓണാക്കാൻ പേടിയായിട്ടൊക്കെ. ചിത്രം അവിടെ ഉണ്ട്, ഇവിടെ കാണുന്നില്ല. ചിത്തുചേട്ടൻ അപ്പുറത്തെ കരയിലിരിക്കുമോ ഗൈസ്. നമ്മൾ ട്രക്ക് ചെയ്യാൻ വേണ്ടി വാട്ടർഫോൾസിൽ പോകാൻ വേണ്ടി വന്ന. ഇത് മോളിൽ എവിടെയോ ഊരുന്നതെന്നാണ് പറഞ്ഞത്. തിരിച്ചു പോകാൻ നമുക്കൊരു കൂപ്പൺ തന്നിട്ടുണ്ട്. ഓ പൊളി ഗൈസ്, നമുക്ക് തിരിച്ചു പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാട്ടോ. അങ്ങനെ നമ്മളിതാ അവിടുന്ന് ഇങ്ങോട്ട് സിപ്പ് ലൈൻ വഴി വന്നു. നമ്മൾ വാട്ടർഫോൾസിൽ പോവാണ്. നെക്സ്റ്റിൽ
Nice view, guys. Wow. Ah. നമുക്ക് ഇവിടുന്ന് നല്ലൊരു പൂ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കപ്പൂ പറിക്കാം. Yes, we got that പൂ. Yeah. ഇപ്പൊ കമന്റ് വരുമായിരിക്കും ചെമ്പരത്തി പൂ വെക്കണ്ടെന്ന്. ഓൾമോസ്റ്റ് നമ്മൾ അവിടെ എത്താറായി ഗൈസ്. ഈ മല ഓടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മലയുടെ അപ്പുറം വാട്ടർഫോൾസ് ആണ് ഗൈസ്. ഗൈസ് അങ്ങനെ വി ആർ ഓൾമോസ്റ്റ് എൻ്റെ അടുത്തെത്താറായി. എനിക്ക് വഴിയിൽ നിന്ന് 2 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഒരു കയറി വരുന്നുണ്ട്, ഒരു നേപ്പാളുകാരാ. ഓക്കെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പം എന്താ അറിയാവോ, ദാറ്റ് വാട്ടർഫോൾസ് ഗൈസ്. ഞാനാണ് ഗൈസ് ഇത്ര അടുത്ത് വന്നത്. കണ്ടില്ലേ, ഇവിടെ ആരുമില്ല. ഇതെല്ലാവരും എന്നെ പറയില്ല. ഇവിടുന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തേക്ക് മറ്റേ ആ വെള്ളത്തിൻ്റെ വേപ്പേഴ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. വെരി നൈസ് വ്യൂ എന്ന് പറഞ്ഞാൽ വാവ്, ഒരു രക്ഷയില്ല ഗൈസ്. ഇത്രേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഗൈസ്. വേറെ അങ്ങോട്ടൊക്കെ ഭയങ്കര ഇങ്ങനെ മട്ടൊക്കെ മീൻസ് മഴയൊക്കെ പെയ്ത്, മഴയല്ല ഈ വെള്ളം തന്നെയാണെന്ന് തോന്നുന്നു, പെയ്തിട്ട് ഭയങ്കര മീൻസ് അടിച്ചിട്ട് ഭയങ്കര തെന്നിത്തെറിച്ചെടുക്കുക. അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള വ്യൂ എന്ന് പറയുന്നത്. ഫോട്ടോസ് എടുക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഐ വിൽ ഷോ ദറ്റ് 360 ഡിഗ്രി ഞാൻ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുവാണ് താഴേക്ക്. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ ആ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തൊണ്ടയൊക്കെ വരണ്ടു, തുള്ളി പോലും വെള്ളം കുടിച്ചില്ലല്ലോ. സോ ഞാനൊരു മിറിണ്ട വാങ്ങി. ഇവിടുത്തെ ഇത്രയും ചെറിയ ബോട്ടിൽ വരെ 40 രൂപ. പക്ഷെ നമ്മൾ എന്താ ചെയ്യാം, ദാഹം കൊണ്ട് നമ്മളങ്ങ് വാങ്ങി. നമ്മൾ way to our husband side. നമ്മളങ്ങോട്ട് പോകുമ്പോൾ സിപ്പ് ലൈനുണ്ട്. എനിക്ക് പേടിയാണ് സിപ്പ് ലൈനിൻ്റെ കൂടെ ക്യാമറ പിടിക്കാൻ വേണ്ടി. എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയല്ലേ നമ്മുടെ ഫിയർ കളയുന്നത് അല്ലേ. ബൈ ബൈ, ഇനി സിപ്പ് ലൈനിൽ വെച്ച് കാണാം ഗൈസ്. ഞാൻ തിരിച്ച് സിപ്പ് ലൈൻ കയറാൻ പോവാണ്. പേടിയാണ് എടുക്കാൻ.
എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? വീഡിയോ എടുക്കണം വിചാരിച്ചു, ഇങ്ങോട്ട് പോയപ്പോഴും വീഡിയോ എടുക്കണം വിചാരിച്ചു, പക്ഷെ പേടി കാരണം എടുക്കില്ല. പോകോ ഗൈസ്, ഇനി നമ്മൾ റോഹ്താങ് പാസിലേക്കാണ് പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ റോഹ്താങ് പാസിലേക്ക് പോവാണ്. നമുക്ക് നമ്മുടെ വണ്ടിക്ക് പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷെയറിങ് വണ്ടി വാങ്ങിയതല്ല, ഷെയറിങ് വണ്ടി എടുത്ത് പോവാണ്. ഗൈസ്, നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടില്ല. എനിവേ, നമുക്ക് ബാക്ക് വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ കട്ടായിട്ട് താഴേന്ന് കണ്ട സാധനമൊക്കെയാണ് ഗൈസ്. ഞങ്ങൾ വന്ന വഴി മൊത്തം ബ്ലോക്കാണ് ഗൈസ്. വണ്ടിക്കൊന്നും മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ വണ്ടി തന്നെ അതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടു. എന്നിട്ട് നടന്ന് കയറാനൊക്കെ പറഞ്ഞ അയാൾ ഞങ്ങളോട്, അല്ലെങ്കിൽ താഴെ പോയി എൻജോയ് ചെയ്യാനൊക്കെ. പുറത്ത് സ്നോഫോളാണ് ഗൈസ്. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ട്രാപ്ഡ് ഇൻ ട്രാഫിക്. देखो भाई कितना अच्छा लग रहा है। अच्छा, हिमाचल गाड़ी को दिया, हिमाचल टैक्सी नंबर को है। മഞ്ഞ് പൊട്ടിച്ചിടുന്നു റോഡ് ശരിയാക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ മഞ്ഞുകട്ടകൾ പൊട്ടിക്കുന്ന മിഷൻ. മഞ്ഞുകട്ടകൾ പൊട്ടിച്ച് നല്ല റോഡാക്കി തരും. അതാണ് ഈ മിഷൻ. मोंटी सुनाई दे रहा कुछ? हेलो मोंटी, हेलो मोंटी। हाँ, मेरे गेस्ट को ले जाना नीचे यार, जो मैंने अपनी गाड़ी से लाया എക്സ്പീരിയൻസ്. ഒരു 1-2 മണിക്കൂറായി ഈ വണ്ടി തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഫുള്ള് ബ്ലോക്ക്. उनको ले जा नीचे। ഇനി ഇതിന്റെ ഏത് അർത്ഥത്തേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് അറിയില്ല. മുകളിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. താഴെ എങ്ങാനും വല്ല ഇറക്കാനുള്ള. ലാസ്റ്റ് ഗൈസ്, we are here. ഡ്രസ് കൊള്ളത്തില്ല. തണുക്കണം. 15 मिनट पहले आगे तो ठंडा और क्या बोल सकता हूँ। पानी के ऊपर आओ ना, तैरना आपके साबुन जूते रखो आगे, जूते के लिए नहीं, ये आपके लिए। वही तो पूछ रहे थे ना हम। मैडम और पे देखो पर पिछता എങ്ങനെയുണ്ട്? Oh my gosh, guys, so happy guys, so happy. Chandan look at പോലെ. It's my first snow walk. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു അമ്മച്ചി ഡ്രസ്സൊക്കെ തന്നു. ആദ്യം ചിത്ത് ഡ്രസ്സ് ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവസാനം ചിത്ത് ഡ്രസ്സ്. ഇത് ചുണ്ടൊക്കെ എന്തൊക്കെയോ പോലെ ആവുന്നുണ്ട്. Wow. Also. Nice. Wow.
വീഡിയോ. Hi guys. Hi guys. Hi guys. Pia pia to pia pia. Pia pia. Blouse ഊരിയ ഒടുക്കത്തെ തണുപ്പാണ് ഗൈസ്. എൻ്റെ മൂക്കിന് ബ്ലഡ് വരുന്നുണ്ടോ? ഓറഞ്ച് കണ്ടപ്പോൾ ഞാൻ ഓർത്തു സാധാരണ ഉയരം കൂടുന്നതും ചിലർക്ക് അങ്ങനെ ബ്ലഡ് വരും. ഇവിടെ വെക്കാം. ഉറങ്ങോ? ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കണ്ടു, ഫോട്ടോ എടുത്തു, കളിച്ചു, അറിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ് ഗൈസ്. കയ്യും കാലൊക്കെ മരച്ചു, പാഞ്ചിത്തു. ഇത് ചിത്തൂരുള്ള അവസ്ഥ. ഞാനായിട്ട് ചിത്തൻ്റെ കൈ മൊത്തം മരച്ചിരിക്കുന്നു. ഹേയ് ബൈ, ഞങ്ങൾ ഇറങ്ങുവാണ്. ഇറങ്ങാൻ സീനാണ് ഗൈസ്. നിരങ്ങി ഇറങ്ങിയാലോ? ഇങ്ങനെ ഹമ്പുണ്ട് ഗൈസ്. നിരങ്ങി ഇറങ്ങുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ഇങ്ങനെ അത് നല്ലേ വിളിക്കില്ല. അവിടെ ചെല്ല് നിൽക്കും ഞാൻ. ഓക്കെ ബായ് ഗൈസ്. ഞാനിങ്ങനെ ഇറങ്ങുന്നുണ്ടോ? ചുറ്റിച്ചേട്ടൻ എങ്ങനെ ഇറങ്ങുന്നേ? ഞാനിങ്ങനെ കാരണം നടക്കാൻ പറ്റില്ല ഗൈസ്. അതുപോലെ സീനാണ് ഇവിടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, പതുക്കെ ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി കൈ കൊണ്ട്. ഇങ്ങനെ ഇച്ചിരി ഹമ്പൊക്കെ ഉണ്ടാവും. ഓഹോയ് ഇറങ്ങാൻ പറ്റില്ല. ഇനി നമ്മൾ നടന്നേ പറ്റും. ഇനി നമുക്ക് സ്ലൈഡ് ചെയ്യാം. നമ്മൾ അവിടുന്ന് എവിടെ വരെ നടന്നു ബാക്കി നമ്മൾ പോവാ. സോറി, അവിടുന്ന് എവിടെ വരെ ഊഹ വെച്ചു ബാക്കി നമ്മൾ നടന്നു പോവാ. നല്ലതായിട്ട് സ്നോ പെയ്യുന്നുണ്ട് ഗൈസ്. സ്നോ റെയിൻ കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? സ്നോ റെയിൻ കണ്ടില്ലേ എൻ്റെ മേത്തൊക്കെ? ഇതായിരുന്നു ഗൈസ് നമ്മുടെ എൻട്രി. വെൽക്കം ടു ഗൈസ്. സിഗരറ്റ് വലിക്കാതെ തന്നെ നമ്മുടെ വായിൽ നിന്ന് പുക പോകുന്നു ഗൈസ്. ഞങ്ങൾ തിരിച്ച് താഴെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. ബൈ ബൈ. ഞങ്ങളങ്ങനെ തിരിച്ചു പോരുകയാണ്.
തിരിച്ചു വരുമ്പം നമുക്ക് ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ കത്തിച്ചു വിടുക വണ്ടി. ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല ഗൈസ്, കാരണം മഴ പെയ്ത് പുറത്ത് തുടയ്ക്കാൻ ആരുമില്ല, പുറത്തേ തുടയ്ക്കാൻ മാത്രം ആൾക്കാരുള്ളൂ. അതുകൊണ്ട് നൈസ് വ്യൂ. See the block guys. നമുക്ക് പിന്നെ സ്കൂട്ടല്ല ബൈക്കുള്ളതുകൊണ്ട് ട്രാഫിക്കിൽ ഒരാൾ ഗൈസിലുണ്ടോ കാറും കൊണ്ടൊക്കെ വന്നാൽ പെട്ടുപോയേനെ. ഇത് 1.5 മണിക്കൂർ മുന്നിലുള്ള ഇതാ ബ്ലോക്ക്. സ്റ്റിൽ മീൻസ് ഞങ്ങൾ 1 മണിക്കൂർ മുന്നേ തുടങ്ങിയ റോഡ് മുതൽ ഉണ്ടോ സ്റ്റിൽ ബ്ലോക്ക് ഗൈസ്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു ചുരം പറഞ്ഞില്ലായിരുന്നു, ആ ചുരത്തിൻ്റെ അവിടെ ഫുൾ ഓഫ് ബ്ലോക്സ്. ഇവിടെയൊക്കെ ചെറുതായിട്ട് വണ്ടി അനുഭവപ്പെട്ടിട്ടുണ്ട്. 7:20 ഗൈസ് ഇപ്പോൾ ഇവിടെ സമയം. പക്ഷേ ഇപ്പോൾ സ്റ്റിൽ ഇവിടെ വെട്ടം പോയിട്ടില്ല. സ്റ്റിൽ ഇത് ട്രാഫിക് ഗൈസ്. ചുരമൊക്കെ കഴിഞ്ഞ് ചുരം ഇറങ്ങി അടുത്ത അങ്ങാടി എന്നിട്ട് ട്രാഫിക് വന്നിട്ടില്ല. കണ്ടില്ലേ എൻ്റെ പൊന്നെ ഗൈസ്. മാപ്പ് നോക്കിയപ്പം അവർ പറയുന്നു മാൾ റോഡ് ഞങ്ങൾ എത്തേണ്ട മണാലി വരെ ബ്ലോക്കാണെന്ന്. See guys, we are going to our actual place. മാൾ റോഡിൻ്റെ വില്ലേജിലേക്ക് എത്തുകയാണ് നമ്മൾ ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ സ്ഥലത്ത് പോയി, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തുനിന്ന് അങ്ങനെ മടുത്തു ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഡേ 2 വ്ലോഗ് അതിഗംഭീരമായി ഞങ്ങൾ തീർത്തിരിക്കുന്നു. ഇനിയുള്ള വരും ദിവസത്തെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആൻഡ് വ്ലോഗിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുവരെയും ബൈ ഫ്രം കുഞ്ഞൂസ് നെസ്റ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും ഇന്നത്തെ വ്ലോഗ് മൊത്തം. അവസാനം നിങ്ങൾ പറയും യെസ് ദാറ്റ്സ് കറക്റ്റ്. യെസ് ഗൈസ്. അപ്പോൾ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ.